നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കൊടുങ്ങല്ലൂരിൽ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ എറണാകുളം തുറവൂർ സ്വദേശിയെ കണ്ടെത്തിയ കേസിൽ കൊലപാതക ശ്രമത്തിനുള്ള വകുപ്പ് കൂട്ടിച്ചേർത്തു. കേസിലെ പ്രതികളായ എറണാകുളം കൂനമാവിലെ ആശ്രമ ഉടമയടക്കം 3 പേർ അറസ്റ്റിൽ. മൃഗശാലകൾ വിനോദത്തിന് മാത്രമുള്ള ഉപാധിയല്ല, പ്രകൃതിയെ അടുത്തറിയുന്നതിനും വിജ്ഞാനം സമ്പാദിക്കുന്നതിനും ഉതകുന്ന ഇടങ്ങളായി അവ മാറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ 52-കാരനായ പ്രതിക്ക് 5 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. എടത്തിരുത്തി സ്വദേശി കുട്ടൻ മോനെയാണ് കോടതി ശിക്ഷിച്ചത്. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂരിൽ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ എറണാകുളം തുറവൂർ സ്വദേശിയെ കണ്ടെത്തിയ കേസിൽ കൊലപാതക ശ്രമത്തിനുള്ള വകുപ്പ് കൂട്ടിച്ചേർത്തു. കേസിലെ പ്രതികളായ എറണാകുളം കൂനമാവിലെ ആശ്രമ ഉടമയടക്കം 3 പേർ അറസ്റ്റിൽ. എറണാകുളം കൂനമാവ് സ്വദേശി ചെറുതുരുത്തി വീട്ടിൽ അമൽ ഫ്രാൻസിസ്, ഇയാളുടെ വളർത്തുമകൻ ആരോമൽ, കോട്ടക്കൽ വീട്ടിൽ നിധിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കുറ്റകൃത്യത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്ന സൂചനയിൽ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. ആലപ്പുഴ അരൂർ സ്വദേശി മഞ്ചേന്ദ്ര വീട്ടിൽ 42 വയസ്സുള്ള സുദർശനൻ എന്നയാളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ശേഷം കൊടുങ്ങല്ലൂരിൽ ഉപേക്ഷിച്ച സംഭവത്തിലാണ് 3 പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പ്രതികൾ സുദർശനെ കൊടുങ്ങല്ലൂരിൽ എത്തിക്കാൻ ഉപയോഗിച്ച വാഹനവും കസ്റ്റഡിയിലെടുത്തു. ഈ വാഹനം കോടതിയിൽ ഹാജരാക്കും. ഒക്ടോബർ 21 രാവിലെയാണ് സുദർശനെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിക്ക് സമീപമുള്ള റോഡരികിൽ ശരീരത്തിന്റെ പല ഭാഗത്തും മുറിവേറ്റ നിലയിൽ കാണപ്പെട്ടത്. ഇയാളെ ആദ്യം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിരുന്നു. ഈ സംഭവത്തിന് കൊടുങ്ങല്ലൂർ പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് സുദർശനൻ. ഈ സംഭവത്തിന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിനാണ് ആദ്യം കേസെടുത്തിരുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഇയാളുടെ പരിക്കുകൾ ഗുരുതരമാണെന്ന അറിയിപ്പ് ലഭിച്ച പ്രകാരമാണ് കൊലപാതക ശ്രമത്തിനുള്ള വകുപ്പ് കൂടി ചേർത്തത്. തുടർന്ന് ഈ കേസിന്റെ അന്വേഷണത്തിനായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPS പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 18-ന് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സുദർശനൻ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നതായി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സ്ഥലത്തെത്തിയ എറണാകുളം സെൻട്രൽ പോലീസ് സുദർശനന്റെ വൈദ്യപരിശോധന നടത്തിയ ശേഷം ഇയാളെ എറണാകുളം വരാപ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കൂനമാവിലെ സ്ഥാപനത്തിൽ എത്തിക്കുകയായിരുന്നു. ആശ്രമത്തിൽ കഴിഞ്ഞുവരവെ ഉണ്ടായ ആക്രമണത്തെ തുടർന്നാണ് സുദർശനന് ഗുരുതരമായി പരിക്ക് പറ്റുകയും ആശുപത്രിയിൽ എത്തിക്കാതെ ആശ്രമ ഉടമ അമൽ ഫ്രാൻസിസിന്റെ നിർദ്ദേശപ്രകാരം ആരോമൽ, നിധിൻ എന്നിവർ സ്ഥാപനത്തിന്റെ വാഹനത്തിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിക്ക് സമീപം എത്തിച്ച് വഴിയരികിൽ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞത്. തൃശൂർ റൂറൽ പോലീസ് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിൽ എറണാകുളം കൂനമാവിലെ ആശ്രമത്തിലെ വാഹനം ശ്രദ്ധയിൽപ്പെട്ടതാണ് കേസിൽ വഴിത്തിരിവായത്. സുദർശനന് ഗുരുതരമായി പരിക്കേൽക്കാൻ ഇടയായ സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. സംഭവം നടന്നത് എറണാകുളം വരാപ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലായതിനാൽ പ്രാഥമിക അന്വേഷണങ്ങൾക്ക് ശേഷം കേസ് എറണാകുളം വരാപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറും. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ DYSP VK രാജു, കൊടുങ്ങല്ലൂർ SHO BK അരുൺ, മതിലകം SHO MK ഷാജി, SIമാരായ K സാലിം, മനു P ചെറിയാൻ, വൈശാഖ്, GSI സെബി, ASI അസ്മാബി, GSCPO PM ഷബീർ, KG കോബേഷ്, CPO CU വിഷ്ണു, അബീഷ് ഇബ്രാഹിം, ഡാൻസ് ഓഫ് സ്ക്വാഡ് അംഗങ്ങളായ GSSCR പ്രദീപ് PP ജയകൃഷ്ണൻ, ASIമാരായ സൂരജ് B ദേവ്, ലിജു ഇയാനി, ബിജു, CPMമാരായ മിഥുൻ R കൃഷ്ണ, സുർജിത്ത് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മൃഗശാലകൾ വിനോദത്തിന് മാത്രമുള്ള ഉപാധിയല്ല, പ്രകൃതിയെ അടുത്തറിയുന്നതിനും വിജ്ഞാനം സമ്പാദിക്കുന്നതിനും ഉതകുന്ന ഇടങ്ങളായി അവ മാറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രകൃതിയെ അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ സംരക്ഷിച്ചുകൊണ്ട് നിർമ്മിച്ച ഡിസൈനർ സൂവിലൂടെ പകർന്നു കിട്ടുന്ന അറിവ് പ്രകൃതിയോടും പ്രകൃതി സംരക്ഷണത്തിനോടും നമുക്കുള്ള പ്രതിബദ്ധത വർദ്ധിപ്പിക്കുന്നതാണ് കാണുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 4 പതിറ്റാണ്ടോളമായി ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകാൻ ജനങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. അതിനാണ് ഇന്ന് വിരാമമായത്. ഇവിടെ
തൃശ്ശൂരിലെ മൃഗശാല മാറ്റണം, മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം എന്നീ ആവശ്യത്തിന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഒരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു അത്യപൂർവ നേട്ടമാണ് തൃശൂർ സുവോളജിക്കൽ പാർക്ക് എന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. ഇന്ന് കാണുന്ന വിധത്തിൽ 336 ഏക്കർ സ്ഥലത്ത് 371 കോടി രൂപ മുതൽ മുടക്കി 23 ആവാസ ഇടങ്ങളും 7 ആവാസ വ്യവസ്ഥകളുമായി ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ നിർമ്മിച്ച കേവലം ഒരു മൃഗശാലയല്ലാതെ ഒരു പ്രകൃതി പഠനശാല തൃശൂർ സുവോളജിക്കൽ പാർക്ക് എന്ന പേരിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞത് ഈ സർക്കാർ കൊണ്ടുവന്ന കിഫ്ബി പദ്ധതി കാരണമാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. ചടങ്ങിൽ തൃശൂർ സുവോളജിക്കൽ പാർക്കിലെ ബയോഡൈവേഴ്സിറ്റി റിപ്പോർട്ടിന്റെ പ്രകാശനം ധനവകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ നിർവഹിച്ചു. സുവോളജിക്കൽ പാർക്ക് സ്റ്റാമ്പിന്റെ പ്രകാശനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. സുവോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ കെ.ജെ. വർഗീസ്, വൈദ്യുതി വകുപ്പ് മന്ത്രി കെ. കൃഷ്ണൻകുട്ടി, ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ബിന്ദു, ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, കെ. രാധാകൃഷ്ണൻ എം.പി, എം.എൽ.എമാരായ പി. ബാലചന്ദ്രൻ, വി.ആർ. സുനിൽകുമാർ, കെ. രാമചന്ദ്രൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, എൻ.കെ. അക്ബർ, മുരളി പെരുന്നെല്ലി, ഇ.ടി. ടൈസൺ, മുൻ മന്ത്രിമാരായ കെ. രാജു, കെ.പി. രാജേന്ദ്രൻ, വി.എസ്. സുനിൽകുമാർ, മേയർ എം.കെ. വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി.എസ്. പ്രിൻസ്, സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ ബി.എൻ. നാഗരാജ്, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, സാംസ്കാരിക പ്രവർത്തകർ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. മതിലകത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാതയുടെ സൈഡ് ഭിത്തിയുടെ സ്ലാബ് ഇടിഞ്ഞു വീണു. സർവീസ് റോഡിലൂടെ കടന്നുപോയ കാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. മതിലകം ബൈപ്പാസിലെ പള്ളിവളവ് അടിപ്പാതയ്ക്ക് തെക്ക് ഭാഗത്ത് ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. 4 ദിവസം മുമ്പാണ് സ്ലാബ് സ്ഥാപിച്ചിരുന്നത്. എന്നാൽ മണ്ണിട്ട് ഉറപ്പിക്കുകയും ബെൽറ്റ് പിടിപ്പിക്കുന്നതിനും മുമ്പാണ് സ്ലാബ് വീണത്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട വാഹനം മുകളിലൂടെ കടന്നുപോയപ്പോൾ ഉണ്ടായ വൈബ്രേഷൻ മൂലമാണ് സ്ലാബ് ഇളകി വീണതെന്ന് പറയുന്നു. മാളക്കടവിലെ സർക്കാർ ഭൂമികളും കെട്ടിടങ്ങളും പഞ്ചായത്തിന്റെ നിയമവിരുദ്ധ കയ്യേറ്റങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് മാള പ്രതികരണ വേദി ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് ഇപ്പോൾ രാഷ്ട്രീയവൽക്കരണത്തിന്റെ പേരിൽ പഴയ കച്ചവടക്കാരെ കൂടി ഇറക്കി. മുസ്ലിസ് പ്രൊജക്ട് ലിമിറ്റഡ് എന്ന നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് കരാർ അടിസ്ഥാനത്തിൽ സ്ഥലങ്ങൾ കൈമാറാനുള്ള നീക്കം നടക്കുകയാണ്. മത്സ്യ മാർക്കറ്റ് പൂട്ടിയതിന് പിന്നാലെ പഞ്ചായത്ത് മാർക്കറ്റ് പ്രദേശം വേലി കെട്ടി പൂട്ടുകയും അതിനെ മാലിന്യ ശേഖരണ കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തതിലൂടെ പ്രദേശവാസികളുടെ ജീവിതം ദുരിതത്തിലാക്കിയതായി മാള പ്രതികരണ വേദി പത്രസമ്മേളനത്തിൽ ആരോപിച്ചു. നമ്മുടെ നാട്ടിൽ ഇന്ന് വരെ ഇല്ലാത്ത ഒരു സംഭവങ്ങളാണ് മാളയിൽ ഈ അടുത്ത കാലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായി മാറ്റണം. ഈ സ്ഥലത്ത് പൈതൃകം കൊണ്ടുവരട്ടെ, നല്ലത് തന്നെയാണ്. പക്ഷേ ഇവിടെ നിലവിലുള്ളവർ തന്നെ നിലനിർത്തിക്കൊണ്ടായിരിക്കണം പൈതൃകം കൊണ്ടുവരുന്നത്. ഉദാഹരണത്തിന് കോട്ടപ്പുറം, അവിടെ ഒരാളെയും മാറ്റിയിട്ടല്ല പൈതൃകം കൊണ്ട് നിൽക്കുന്നത്. അവിടെ കോട്ടപ്പുറത്തിനും ചരിത്രം ഉറങ്ങുന്ന ഒരു മാളക്കടവാണ് ഇവിടെ ഉള്ളത്. അതിനെ സംരക്ഷിച്ചുകൊണ്ട് ആണ് നമ്മൾക്ക് പൈതൃകം കൊണ്ടുവരേണ്ടതെന്നാണ് മാളക്കാർക്ക് ആവശ്യം. കൂടാതെ ഇതിൻ്റെ സത്യാവസ്ഥ ഇവിടെ ആർക്കും ജനങ്ങൾക്ക് അറിയില്ല. ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാൻ കുറച്ച് ഇറങ്ങിയേക്കാണ്. ഇറങ്ങുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ എന്താണ്? ഈ പഞ്ചായത്തിന് എന്ത് അവകാശമാണ് ഇത് ഒഴിപ്പിക്കാൻ? മത്സ്യ മാർക്കറ്റ് കെട്ടിടം ഉൾപ്പെടെയുള്ള സർക്കാർ നിർമ്മിത കെട്ടിടങ്ങൾ നിലനിർത്തുകയും പഞ്ചായത്തിന്റെ കയ്യേറ്റങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യണമെന്നും ആവശ്യമായാൽ കോടതിയെ സമീപിക്കുമെന്നും പ്രത്യക്ഷ സമര പരിപാടികൾ ആരംഭിക്കുമെന്നും പ്രതികരണവേദി പത്രസമ്മേളനത്തിൽ അറിയിച്ചു. സലാം ചൊവ്വര, വി.എസ്. നിസാർ, സി.എം. സദാശിവൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ 52-കാരനായ പ്രതിക്ക് 5 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. എടത്തിരുത്തി സ്വദേശി കുട്ടമോനെയാണ് കോടതി ശിക്ഷിച്ചത്. ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് വിവിജ സേതുമോഹനാണ് ശിക്ഷ വിധിച്ചത്. 2017 ഡിസംബർ മാസം 16 കേസിനാസ്പദമായ സംഭവം. സുഹൃത്തിന്റെ വിവാഹത്തലേന്ന് വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കാൻ വാഹനത്തിൽ കൊണ്ടുപോയ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികാതിക്രമം നടത്തി പീഡിപ്പിച്ചുവെന്നാരോപിച്ച് മതിലകം പോലീസ് ചാർജ് ചെയ്ത കേസിലാണ് കോടതി ശിക്ഷ വിധിച്ചത്. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും 16 സാക്ഷികളെയും 28 രേഖകളും പ്രതിഭാഗത്തു നിന്ന് 1 സാക്ഷിയെയും ഹാജരാക്കി തെളിവെടുപ്പ് നൽകിയിരുന്നു. പോക്സോ നിയമപ്രകാരം 5 വർഷം കഠിന തടവിനും 50,000 രൂപ പിഴയും, പിഴയൊടുക്കാതിരുന്നാൽ 3 മാസത്തെ കഠിന തടവിനുമാണ് ശിക്ഷിച്ചത്. പ്രതിയെ തൃശൂർ ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. പിഴ സംഖ്യ ഈടാക്കിയാൽ ആയത് ഇരയ്ക്ക് നഷ്ടപരിഹാരമായി നൽകുവാനും കൂടാതെ മതിയായ നഷ്ടപരിഹാരം നൽകുവാനും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകുവാനും ഉത്തരവിൽ പറയുന്നു.
സബ് ഇൻസ്പെക്ടർ PK രോഹിത് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്നത്തെ ഇൻസ്പെക്ടറായിരുന്ന PC ബിജുകുമാർ അന്വേഷണം നടത്തി. സബ് ഇൻസ്പെക്ടർ KP മിഥുനാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല ഹാജരായി. ലൈസൺ ഓഫീസർ TR രജനി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. മെറ്റ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിദ്യാഭ്യാസ മേഖലയിലെ മികവ് അംഗീകരിച്ച് മെറ്റ്സ് അവാർഡ് ഫോർ എഡ്യൂക്കേഷണൽ എക്സലൻസ് 2025 നൽകുന്നു. കേരളത്തിനകത്തും പുറത്തുമുള്ള ഹയർ സെക്കൻഡറി, സീനിയർ സെക്കൻഡറി സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരെയും അധ്യാപകരെയും ആദരിക്കുന്നതാണ് പദ്ധതിയെന്ന് മെറ്റ്സ് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. മികച്ച ഹയർ സെക്കൻഡറി, സീനിയർ ഹയർ സെക്കൻഡറി അധ്യാപകരെയും പ്രിൻസിപ്പൽമാരെയും കേരളത്തിന് പുറത്തുമുള്ള അധ്യാപകരെ തെരഞ്ഞെടുത്ത് അക്കാഡമിക് പെർഫോമൻസ് മുൻനിർത്തി ഒരു അവാർഡ്, മെറ്റ്സ് അക്കാഡമിക് പെർഫോമൻസ് അവാർഡ് എന്ന പേരിൽ ഇക്കൊല്ലം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഈ വരുന്ന 15-ാം തീയതിയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ മാനദണ്ഡങ്ങളും മറ്റു വിഷയങ്ങളും നമ്മുടെ CEO ജോർജ് കോലഞ്ചേരി വിശദീകരിക്കുന്നതായിരിക്കും. പ്രിൻസിപ്പൽമാർക്ക് മികച്ച അക്കാദമിക നേട്ടങ്ങൾ, നൂതന വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ, നേതൃത്വ മികവ് തുടങ്ങിയ 3 വിഭാഗങ്ങളിലായാണ് അവാർഡുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. അധ്യാപകർക്കായി മെറ്റ്സ് എക്സലന്റ് ടീച്ചർ അവാർഡ്, മെറ്റ്സ് സബ്ജക്ട് എക്സ്പെർട്ട് അവാർഡ് എന്നീ 2 വിഭാഗങ്ങൾ ഉണ്ടാകും. അധ്യാപകരുടെ നാമനിർദ്ദേശം അതാത് സ്കൂളിലെ പ്രിൻസിപ്പാൾ നൽകണം. പ്രിൻസിപ്പൽമാർക്ക് അവരുടെ അപേക്ഷ സ്വയം സമർപ്പിക്കാവുന്നതാണ്. അവസാന തീയതി ഒക്ടോബർ 30, 2025. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഡോക്ടർ ഷാജു ആന്റണി, ഡോക്ടർ ജോർജ് കോലഞ്ചേരി, ഡോക്ടർ A. സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടുങ്ങല്ലൂരിൽ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ എറണാകുളം തുറവൂർ സ്വദേശിയെ കണ്ടെത്തിയ കേസിൽ കൊലപാതക ശ്രമത്തിനുള്ള വകുപ്പ് കൂട്ടിച്ചേർത്തു. കേസിലെ പ്രതികളായ എറണാകുളം കൂനമാവിലെ ആശ്രമ ഉടമയടക്കം 3 പേർ അറസ്റ്റിൽ. മൃഗശാലകൾ വിനോദത്തിന് മാത്രമുള്ള ഉപാധിയല്ല, പ്രകൃതിയെ അടുത്തറിയുന്നതിനും വിജ്ഞാനം സമ്പാദിക്കുന്നതിനും ഉതകുന്ന ഇടങ്ങളായി അവ മാറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ 52-കാരനായ പ്രതിക്ക് 5 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. എടത്തിരുത്തി സ്വദേശി കുട്ടൻ മോനെയാണ് കോടതി ശിക്ഷിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.